ഓണത്തിന് റേഷൻ കടകളിലെത്തുന്ന അരി, പക്ഷേ ഇതുവരെ പരിചയമില്ലാത്തൊരു പേര്, OMSS അരി. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ എത്തിക്കുന്ന ഈ അരി എന്താണ്? സാധാരണ മട്ട അരിയിൽ നിന്നും ഇതിനെന്താണ് വ്യത്യാസം? ഒറ്റപ്പുഴുക്ക് എന്ന് ഇതിനെ വിളിക്കുന്നു, എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും പല സംശയങ്ങളും മലയാളികളെ സംബന്ധിച്ചുണ്ടാകും. ഓണക്കാലത്ത് റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന OMSS അരി പല വീടുകളിലും ഇത്തവണ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു പ്രത്യേക അരിയുടെ പേര് മാത്രമല്ല. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനത്തിലൂടെ FCI അഥവാ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിപണിയിലെത്തിക്കുന്ന അരിയാണ് സാധാരണ OMSS അരി എന്ന് വിളിക്കുന്നത്. പൊതുവിപണിയിൽ അരിയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ശേഖരത്തിലുള്ള അരി വിപണിയിലേക്ക് ഇറക്കി അതിന്റെ വില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം. എന്നാൽ ഈ അരിയുടെ പ്രത്യേകത എന്താണ്? ഇത്തവണ കേരളത്തിലേക്ക് എത്തുന്ന OMSS അരി ഒറ്റപ്പുഴുക്ക്, സിംഗിൾ ബോയിൽഡ് റൈസ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടെയാണ് പലർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. കേരളത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മട്ട, ജയ, സുലേഖ തുടങ്ങിയ അരികളിൽ പലതും ഇരട്ടപ്പുഴുക്ക് അഥവാ ഡബിൾ ബോയിൽഡ് രീതിയിലാണ് സംസ്കരിക്കുന്നത്. എന്നാൽ ഒറ്റപ്പുഴുക്ക് അരിയിൽ നെല്ല് ഒരു തവണ മാത്രമാണ് ആവിയിൽ പുഴുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ അരി താരതമ്യേന വേഗത്തിൽ വേവുകയും ചെയ്യും. ഒരു തിള വന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കുറച്ചു നേരം അടച്ചു വെച്ചാൽ തന്നെ വേവ് ലഭിക്കും എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. കർണാടക ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ സിംഗിൾ ബോയിൽഡ് അരി വ്യാപകമായി, ഒറ്റപ്പുഴുക്കരി വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പൊന്നി, സോന, മസൂരി തുടങ്ങിയ അരികൾ പരിചയമുള്ള മലയാളികൾക്ക് ഈ അരി അത്ര അപരിചിതമല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റപ്പുഴുക്കരി എന്നാൽ പച്ചരി എന്നല്ല, പുഴുങ്ങാത്ത അരി എന്നാണ് സാധാരണ പച്ചരിയെ വിളിക്കുന്നത്. ഒറ്റപ്പുഴുക്കരി നെല്ല് ഒരു തവണ ആവിയിൽ പുഴുങ്ങിയ ശേഷം തയ്യാറാക്കുന്നു. ഇനി ഒറ്റപ്പുഴുക്കരിക്ക് പോഷക ഗുണമുണ്ടോ എന്നുള്ള കാര്യം ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. നെല്ല് ആവിയിൽ പുഴുങ്ങുന്ന സമയത്ത് തോടിലുള്ള ചില പോഷക ഘടകങ്ങൾ അരിയിലേക്ക് ചെന്ന് കയറും. പ്രത്യേകിച്ച് വൈറ്റമിനുകളായിട്ടുള്ള B വൈറ്റമിനുകളായിട്ടുള്ള തിയാമിൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ ഘടകങ്ങൾ അരിയിൽ നിലനിൽക്കാനായി ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ പുഴുങ്ങാത്ത അരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ പുഴുങ്ങിയ അരിക്ക് ചില പോഷക ഗുണങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു തവണ മാത്രമാണ് പുഴുങ്ങുന്നത് എന്നതിനാൽ സംസ്കരണ ചെലവും താരതമ്യേന കുറവായിരിക്കും. ഇനി OMSS അരിയുടെ വില എങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. FCI സാധാരണയായി ലേലം വഴിയാണ് OMSS അരി വിപണിയിൽ എത്തിക്കുന്നത്. സ്വകാര്യ വ്യാപാരികൾ, മൊത്ത കച്ചവടക്കാർ, റീറ്റെയിലർമാർ തുടങ്ങിയവർക്ക് ലേലത്തിൽ പങ്കെടുത്ത് ഈ അരി വാങ്ങാം. ഇതിലൂടെ സർക്കാർ ശേഖരത്തിലുള്ള അധിക അരി വിപണിയിലേക്ക് എത്തും. അതുവഴി വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്തവണ കേരളത്തിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന OMSS അരിക്ക് കിലോയ്ക്ക് 26 രൂപയാണ് വിലയെന്നാണ് ഇപ്പോൾ വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവിപണിയിലെ പല അരി ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ നിരക്കാണ് ഇതിനുള്ളത്. അതേസമയം സാധാരണ റേഷൻ അരിയേക്കാൾ വില കൂടുതലായിരിക്കും. അപ്പോൾ OMSS അരി എന്തുകൊണ്ട് ഓണക്കാലത്ത് പ്രധാനമാകുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഓണം പോലുള്ള ഉത്സവകാലത്ത് അരിയുടെ ആവശ്യകത സ്വാഭാവികമായും ഉയരും. ആവശ്യം കൂടുമ്പോൾ വിപണിയിലെ വിലയും ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ശേഖരത്തിലുള്ള അരി അധികമായി വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതായത് OMSS എന്നത് ഒരു പുതിയ അരിയിനം മാത്രമല്ല, വില നിയന്ത്രിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന ഒരു വിപണി ഇടപെടൽ സംവിധാനം കൂടിയാണ്. റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങളിലൂടെയും ഇത്തരം അരി വിപണിയിൽ എത്തിക്കാം. ഭാരതരി എന്ന പേരിലും സമാനമായ അരി വിപണിയിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഭാരതരി എന്ന പേരിൽ ലഭിക്കുന്ന അരിയിൽ ഫോർട്ടിഫൈഡ് അരി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ഇനങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഓണക്കാലത്ത് നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന OMSS അരി ഒരു അപരിചിതമായ അരിയല്ല. ഒറ്റത്തവണ പുഴുക്കിയ സിംഗിൾ ബോയിൽഡ് അരി, വേഗത്തിൽ വേവുന്ന അരി. അതേസമയം പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗം കൂടി അങ്ങനെ നിങ്ങൾ മാറുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.